കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരിങ്ങ നട്ടു വളർത്തുന്ന മിക്ക ആളുകളുടെയും പരാതിയാണ് മുരിങ്ങയിൽ പൂവിടുന്നില്ല, കായ് പിടിക്കുന്നില്ല എന്നൊക്കെ. ഇനി പൂവിടുകയാണെങ്കിൽ തന്നെ കായ് ഉണ്ടായി വരുന്നതോടുകൂടി പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ മുരിങ്ങയിൽ കാണാറുള്ള മറ്റൊരു രോഗമാണ് മുരിങ്ങയുടെ ഇലകളിലെല്ലാം മഞ്ഞ കളർ വന്ന് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ. ഇത്തരം പ്രശ്നങ്ങൾക്ക് ചില പ്രതിവിധിയാണ് ഇന്ന് കൃഷി മാസ്റ്ററോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ മുരിങ്ങ പൂവിടാറാവുന്ന സമയത്ത്, അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മുരിങ്ങക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എത്ര കായ്ക്കായി നിൽക്കുന്ന മുരിങ്ങയിലും കമ്പ് നിറയെ അതും കൈയെത്തും ദൂരത്തു തന്നെ നമുക്ക് മുരിങ്ങ പറിച്ചെടുക്കാൻ സാധിക്കും. മുരിങ്ങാച്ചെടിയുടെ വളർച്ച മുരടിച്ചും പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മൾ മുരിങ്ങയുടെ തൈ നടുമ്പോൾ തന്നെ ഏതെങ്കിലും മരത്തിൻ്റെയോ തെങ്ങിൻ്റെയോ ഒക്കെ ചുവട്ടിലായിരിക്കും കൊണ്ട് നടുന്നത്. മുരിങ്ങയെ സംബന്ധിച്ച് നല്ലപോലെ വെയിൽ കൊള്ളാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മുരിങ്ങ. മുരിങ്ങയ്ക്ക് നല്ല സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ മുരിങ്ങ പെട്ടെന്ന് വളരുകയും പൂവിടുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് വളരാനായി പലരും ചെയ്യുന്നൊരു കാര്യമാണ് മുരിങ്ങയ്ക്ക് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പതിവ്. പ്രത്യേകിച്ച് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മുരിങ്ങയ്ക്ക് ഒട്ടും തന്നെ നനക്കാനേ പാടില്ല. അങ്ങനെ ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ തീരെ നനക്കാതിരുന്നാൽ മുരിങ്ങയിലുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരികയും അങ്ങനെ മുരിങ്ങ പൂവിടാനുള്ള ഒരു ടെൻഡൻസി കാണുകയും ചെയ്യും. മുരിങ്ങയിൽ പൂ പിടിച്ചതിന് ശേഷം നനക്കുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസങ്ങളിൽ ചെറുതായി നന അത്യാവശ്യം തന്നെയാണ്. മുരിങ്ങ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം നന കൊടുക്കാതിരുന്നാൽ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാറുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുരിങ്ങ പൂവിടുന്ന സമയത്ത്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മുരിങ്ങയ്ക്ക് യാതൊരു തരത്തിലും വെള്ളം കൊടുക്കാനേ പാടില്ല. എന്നാൽ മുരിങ്ങ പൂവിട്ട് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്ക് വെള്ളം അത്യാവശ്യമാണ് താനും. പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മുരിങ്ങയിൽ പൂ കൊഴിച്ചൽ കാണാറുണ്ട്. പൂ കൊഴിച്ചൽ തടയാനായിട്ട് കഞ്ഞി വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ചാരം കൂടി മിക്സ് ചെയ്ത ശേഷം വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലും ഇലകളിലുമൊക്കെ നമുക്ക് പറ്റുന്ന പോലെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂ കൊഴിച്ചൽ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അതുപോലെ തന്നെ മുരിങ്ങ പൂവിടുന്ന സമയത്ത് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നുവെന്നത്. അതിൻ്റെ പ്രധാന കാരണം മുരിങ്ങയ്ക്ക് ശരിയായ വിധത്തിൽ ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല എന്നതാണ്. മുരിങ്ങയിൽ ഇതേപോലെ ഇലകൾ മഞ്ഞളിച്ച് കാണുകയാണെങ്കിൽ ഒരു 100 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് മുരിങ്ങയ്ക്ക് കൊടുത്താൽ മാത്രം മതി. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് വേണ്ടത്. അതിന് പകരം വില കൂടിയ ആപ്സം സാൾട്ടൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമേ ഇല്ല. വളരെ ചെറിയ വിലക്ക് മഗ്നീഷ്യം സൾഫേറ്റ് വളം വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ, നിങ്ങൾ അത് വാങ്ങിയാൽ മതി. മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിന് മുമ്പായി മുരിങ്ങയുടെ തടമെല്ലാം നന്നായി നനച്ചതിന് ശേഷം മാത്രമേ മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ മുരിങ്ങയ്ക്ക് കൊടുക്കേണ്ടുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ്. ഒരു 1/4 കിലോ പൊട്ടാഷ് വീതം നമ്മൾ മറക്കാതെ മുരിങ്ങയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മറ്റു വളങ്ങൾ കൊടുക്കാനായിട്ട്. ആ ഒരു കാര്യവും നല്ലപോലെ ഓർമ്മയിലുണ്ടാവട്ടെ. അതുപോലെ തന്നെ മുരിങ്ങയിൽ നല്ലപോലെ പൂവിടാനായി മുരിങ്ങയുടെ തടത്തിൽ നിന്നും കുറച്ചൊന്ന് മാറിയിട്ട് കഞ്ഞിവെള്ളം മുരിങ്ങയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുരിങ്ങയുടെ കടക്കൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മുരിങ്ങയെ സംബന്ധിച്ച് ധാരാളമാണ്. വല്ലാത്ത അധികം പരിചരണമൊന്നും മുരിങ്ങയ്ക്ക് ചെയ്യേണ്ടതേ ഇല്ല. ഇവിടെ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര പൂക്കാതെ നിൽക്കുന്ന മുരിങ്ങ പോലും ഒരു വർഷത്തിൽ തന്നെ നമുക്ക് പൂ പിടിപ്പിച്ചെടുക്കാനും കായ് പിടിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.